ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ആൻ ഓണം. ഒരു ഓണം ലുക്കാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാവും എന്നറിയത്തില്ല. ഞാനിതൊക്കെ ഫസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സാധാരണ ഞാൻ ഹെയർ കെയർ വീഡിയോസാണ് ഇടാറ്. അപ്പം ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ. സാധാരണ നോർമലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ്, വലിയ എന്താ പറയുക ബ്രാൻഡഡ് സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് നോർമലായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തോട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ കുറച്ച് ഹെയർ കെയർ ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, നാച്ചുറലായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതും ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ ഇതാണ് മേക്കപ്പ് ബോക്സ് വന്നിട്ട്. ആക്ച്വലി ഇത് എൻ്റെ മേക്കപ്പ് ബോക്സ് അല്ല, എൻ്റെ സിസ്റ്ററിൻ്റെയാണ്. അപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ കട്ടെടുത്താണ്. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ ഞാൻ ഫേസ് വാഷ് ചെയ്തു. ആക്ച്വലി എനിക്ക് ഭയങ്കര ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തൊരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ തേച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ടോണർ അപ്ലൈ ചെയ്യണം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പനിനീരാണ്, ലൈക്ക് റോസ് വാട്ടർ. അപ്പം അതിങ്ങനെ കുടഞ്ഞിട്ട് തേക്കുന്ന ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്പ്രേയറിനകത്താക്കി, ഈ ഒരു ബോട്ടിലിനകത്താക്കിയിട്ട് സ്പ്രേ ചെയ്യും. ഈ ഒരു നനവോടെ തന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ആക്ച്വലി ഇതൊരു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ അടുത്താണ്. പക്ഷേ ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി. ബട്ട് സ്റ്റിൽ വി ക്യാൻ യൂസ്. ഓയിലി സ്കിൻ ആണെങ്കിലും എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. കുറച്ചൊരു എമൗണ്ട് എടുത്തു. ന്യൂട്രോജീനയുടെ അൾട്രാഷീർ ഡ്രൈ ടച്ച് സൺബ്ലോക്കാണ്, സൺസ്ക്രീൻ SPF 50 ഉള്ളതാണ്. ഇതൊരു ചെറിയ കണ്ടെയ്നറാണ്. ഇത് തീരാറായി ആക്ച്വലി. സാധാരണ നമ്മൾ 3 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തതുകൊണ്ട് ജസ്റ്റ് 1 ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ കുറച്ച് ഏറെ തേച്ചിട്ട് വേണം പോകാൻ. ഇത് അക്വാലോജിക്കയുടെ വാട്ടർമെലൺ ആൻഡ് ഹ്യാലുറോണിക് ആസിഡിൻ്റെ ഒരു SPF ഉള്ള ലിപ്പാമാണ്. അപ്പോൾ ഇത് ഞാൻ എന്തോ ഓഫറിനുണ്ടായിരുന്നപ്പോൾ സമയത്ത് വാങ്ങിയതാണ്, അതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നോക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിച്ചിരി കൂടിപ്പോവും. സാധാരണ കണ്ണാടിയിലാണ് നോക്കി ആക്കാറ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. അപ്പം ഈ മേക്കപ്പിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഹെയർ ചെയ്യണം. പിന്നെ ഇനി സെറ്റ് സാരി ഉടുക്കണോ ധാവണി ഉടുക്കണോ എന്നറിയത്തില്ല. അപ്പം നമുക്ക് ഏതാണെന്ന് തീരുമാനിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ സാരി എല്ലാം സെറ്റായി. ഈ ബ്ലൗസ് ഞാൻ 12th പഠിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത, 12th അല്ലെങ്കിൽ +1 അങ്ങാണ്ട്. ബട്ട് സ്റ്റിൽ കണക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സാരി ലുക്ക്. ഇത് ഞാൻ തന്നെയാണ് എടുത്തത്, അതുകൊണ്ട് ശരിയായെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പം മേക്കപ്പും ഹെയറും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണിത്. അപ്പോൾ വിവാഹാലോചനകളൊക്കെ ക്ഷണിക്കുന്നു. അപ്പോൾ
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ഹെൽത്തി ഹെയർ ബൈസ് ആണ്. ഇതിനകത്ത് ഞാൻ ഹെയർ കെയർ വീഡിയോസാണ് ഇടുന്നത്. മുന്നത്തെ വീഡിയോസിനകത്തൊക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.